السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون صدق الله مولانا العظيم. ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മളെ ഇവിടെ സനദ് വാങ്ങുന്ന ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും എല്ലാ സാലിഹീങ്ങളും ഒടുങ്ങുന്ന ഈ മജ്ലിസിൽ ഓരോരുത്തർക്കായി 10 മിനിറ്റ് വീതം ഓരോ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. സമയം വളരെ വൈകിയതിനാൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിമിതമായ മിനിറ്റുകൾ വിഷയം ഒതുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ബഹുമാന്യനായ ഇല്യാസ് മൗലാന അവർക്ക് നൽകപ്പെട്ട ഈമാൻ ദഅവത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ വാക്കിൽ നമുക്ക് നിർബന്ധമായ ആ ഒരു കർമ്മത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടത്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇബാദത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. 5 മിനിറ്റ് കൊണ്ടാണ് ആ വിഷയം പറയേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും അല്ലാഹു ഒരുക്കി. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, മനുഷ്യന് ആവശ്യമായതെല്ലാം ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ചിട്ട് ഏറ്റവും അവസാനമാണ് മനുഷ്യനെ ലോകത്തേക്ക് അല്ലാഹു അയക്കുന്നത്. എന്തിനു വേണ്ടി മനുഷ്യനെ അയച്ചു? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കി അവൻ്റെ മുന്നിൽ ആരാധനകൾ അർപ്പിച്ച് സർവ്വതും അവൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യരായ നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത്. അതിനുള്ള ഏറ്റവും വലിയ വഴിയായി, ഏറ്റവും ഉത്തമ മാർഗമായി അള്ളാഹു അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ്റെ ഹദറത്തിലേക്ക് വിളിച്ചു വരുത്തി ഒരു ദിവസം 5 പ്രാവശ്യം കൃത്യമായി നിർവഹിക്കണമെന്ന്, നിസ്കാരം നിർവഹിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചു. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം കൃത്യമായി മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധമായ കർമ്മമാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അതിനുശേഷമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ സൃഷ്ടികളുമായുള്ള ബന്ധം നന്നാക്കിക്കൊണ്ട് കൂടുതലായി പടച്ചമ്പരാനിലേക്ക് അടുക്കുവാൻ അള്ളാഹു നിർബന്ധമാക്കിയ മറ്റൊരു അമലാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് ഒരു മനുഷ്യൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ സ്വത്ത് സമ്പാദിച്ച ഒരാൾ കൃത്യമായ ഒരു വർഷം നിശ്ചിത അളവ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ ഒരു ഓഹരി വിശദീകരിക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കൃത്യമായ അതിൻ്റെ ഓഹരി, അതിൻ്റെ അവകാശികളായ 8 വിഭാഗമുണ്ട്. അവരിൽ എത്ര ആൾക്കാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ അവർക്ക് നൽകണം എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ ഹദീസിലൂടെ മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അതിനുശേഷം ഒരു മാസം റമദാൻ വരികയാണ്. ആരോഗ്യമുള്ള ഓരോരുത്തരും, ശാരീരിക ശുദ്ധിയുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും റമദാനിൻ്റെ ഒരു മാസം, ഒരു പകൽ സമയം, ഒരു പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് നിർബന്ധമാക്കിയ അമലാണ് ഹജ്ജ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം തൗഹീദിൻ്റെ സ്ഥിര കേന്ദ്രമായ ഭൂമിയുടെ അച്ചുതണ്ട് അല്ലെങ്കിൽ ഭൂമിയുടെ മധ്യഭാഗം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പ്രവർത്തന കേന്ദ്രമായിരുന്ന എല്ലാവരും സന്ദർശിച്ചിട്ടുള്ള പരിശുദ്ധ ഇന്ന അവ്വല ബൈത്ത്, ലോകത്തെ ഏറ്റവും ആദ്യത്തെ ആരാധനാ കേന്ദ്രമായ പരിശുദ്ധ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം. ഇത് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ 4 അമലുകളാണ്. ഇതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ ആദ്യമായി പറഞ്ഞ നിസ്കാരം ഓർമ്മയുള്ളിടത്തോളം കാലം ലാ തസ്ബുത്തു സ്വലാത്തു മാദാമ അഖ്ലുഹു സാബിത, ബുദ്ധിയുള്ളിടത്തോളം കാലം നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. മനഃപൂർവ്വം നിർബന്ധമാണ് എന്നതിനെ നിഷേധിച്ചുകൊണ്ട് ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ മുർത്തദ്ദായതിൻ്റെ കാണാത്താൽ വധശിക്ഷ നടപ്പിലാക്കപ്പെടണമെന്ന് ഇസ്ലാമിൻ്റെ നിയമം. ഇനി നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ അതിനുള്ള അലസതയുടെ പേരിൽ, അതിനുള്ളതായ നിസ്സാരതയുടെ പേരിലാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നെങ്കിൽ ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമില്ല എന്നതാണ് നിസ്കാരത്തിൻ്റെ നിർബന്ധത്തിൻ്റെ കാഠിന്യം നാം മനസ്സിലാക്കേണ്ടത്. ളുഹർ നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ മഗ്രിബിൻ്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ നിസ്കാരം ഖളാ വീട്ടി പശ്ചാത്തപിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ, ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലമാണെങ്കിൽ അവൻ്റെ മഗ്രിബിന് തൊട്ട് മുമ്പായി അഥവാ മഗ്രിബിൻ്റെ സമയം പ്രവേശിക്കുന്നതിലൂടെ അവൻ്റെ കഴുത്ത് വെട്ടി കൊല്ലുകയും അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് മുസ്ലിമീങ്ങളുടെ ഖബറിസ്ഥാനിൽ അടക്കപ്പെട്ടതിന് ശേഷം വലാ യുത്മസ് ഖബറുഹു, അവിടെ ഖബറിൽ ഒരു
ബോർഡ് എഴുതി തൂക്കണം, നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട മനുഷ്യനാണ് എന്ന് ബോർഡ് എഴുതി തൂക്കണമെന്നത് ശറഅന്റെ നിയമമാണെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ കാഠിന്യം എത്രമാത്രമുണ്ടെന്ന് ഒരുപാട് കാലമൊന്നും വേണ്ട, ഒരു ദിവസത്തെ ഒരൊറ്റ ളുഹർ നിസ്കാരം ഉപേക്ഷിച്ചാൽ മതി. അത്ര ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കുക. സക്കാത്ത് കൊടുക്കാത്തവനെ പറ്റി പരിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞത് വൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുതൂന സക്കാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സക്കാത്ത് നിർബന്ധമായിട്ടും കൊടുക്കാത്തവൻ മുശ്രിക്കാണ്. സൂറത്ത് ഫുസ്സിലത്തിൻ്റെ ആയത്താണ് വൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുതൂന സക്കാത്ത. സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കാണ്, സക്കാത്ത് കൊടുക്കാത്തവൻ മുശ്രിക്കാണ്, അവനാണ് വൈലി എന്ന നരകം, അവൻ ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവനാണ്. പരിശുദ്ധമായ ഹജ്ജിനെ ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ച് പറഞ്ഞു വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഹജ്ജിനുള്ള എല്ലാ അവസരവും ഉണ്ടായിട്ടും അവൻ നിർവഹിക്കാതെ മരണപ്പെട്ടു പോണെങ്കിൽ അവൻ കാഫിറാണ് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആ സംബോധന നാം ഓരോരുത്തരും ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിർബന്ധമായ നിസ്കാരങ്ങൾക്ക് പകരം, നിർബന്ധമായ ഇബാദത്തുകൾക്ക് പകരം സുന്നത്തായ അമലുകൾ എത്രയെല്ലാം നിർവഹിച്ചാലും നമ്മൾക്കാർക്കും ആ ഫർദിൻ്റെ കുറവ് പരിഹരിക്കാൻ പറ്റില്ല. ഒരു ദിവസം രാത്രി മുഴുവൻ തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹിയുടെ സമയത്ത് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ഈ രാത്രി നിസ്കരിച്ച സുന്നത്ത് നിസ്കാരങ്ങളൊന്നും 2 റക്അത്ത് ഫർദിൻ്റെ സ്ഥാനത്ത് എത്തുകയില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്നോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും ഒക്കെ പറയാനുള്ളത്, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ അമലൊക്കെ നിഷ്ഠയോടെ പാലിക്കണം. സക്കാത്ത് കൊടുത്തില്ല എങ്കിലും ഹജ്ജ് ചെയ്തില്ല എങ്കിലും അത് രണ്ടും ചെയ്യാതെ മരണപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ സമ്പത്ത് അനന്തരാവകാശികൾക്ക് ഓഹരിച്ചു കൊടുക്കണമെങ്കിൽ ഈ സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും ബാധ്യത നിർവഹിക്കാനുള്ളതായ സമ്പത്ത് മാറ്റിവെച്ചതിന് ശേഷമല്ലാതെ അനന്തര സ്വത്ത് ഓഹരിക്കാൻ പാടില്ല എന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ കർശനമായ നിയമമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് കൂടുതൽ സുന്നത്ത് അമലുകൾ നിർവഹിച്ച് നമുക്ക് പടച്ചവനിലേക്ക് അടുക്കാൻ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ അവസരം കിട്ടുമ്പോൾ ഓരോന്നും കൂടുതലായി വിശദീകരിക്കാനുള്ളതാണ്. നമുക്ക് അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഇന്ന് ഫാരിഗാകുന്ന ബഹുമാന്യരായ 27 ആലിമീങ്ങൾ, 11 ഹാഫിളീങ്ങൾ, അള്ളാഹു അവിടെ ഇൽമിലും അമലിലും ബർക്കത്ത് ചെയ്യും, ഹിഫ്ളിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതുവരെ ഇവിടെ നിന്നും പഠിച്ചു പോയ എല്ലാ ആലിമീങ്ങൾക്കും ഹാഫിളീങ്ങൾക്കും ഒക്കെ ഒരു ദിവസമെങ്കിലും ഈ ദാറുൽ ഉലൂമിൽ വന്ന് പഠിക്കാൻ ഒരക്ഷരമെങ്കിലും പഠിച്ചു പോയവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു എല്ലാവിധ നന്മയും നൽകട്ടെ ദുആ ചെയ്യുന്നു. ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും ഇഹപര വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.